ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പി.വി. അൻവർ നിലമ്പൂർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഷീജ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷീജ, അല്പം മുമ്പാണ് പി.വി. അൻവർ സ്പീക്കറെ കാണാൻ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഷീജ. തീർച്ചയായും ഏതായാലും പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം നിലമ്പൂർ എം.എൽ.എ ആയിരുന്നു. പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചുള്ള രാജിക്കത്താണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സ്പീക്കർ എൻ ശംസീറിന് കൈമാറിയിരിക്കുന്നത്. 9:30 കൂടിയാണ് പി.വി. അൻവർ ഇവിടെ നിയമസഭയിലേക്ക് എത്തിയത്. തൊട്ടു പിന്നാലെ സ്പീക്കറും ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പി.വി. അൻവർ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയം എല്ലാ കാര്യങ്ങളും പ്രസ് മീറ്റ് പറയാം. നമുക്ക് അങ്ങോട്ട് പോയില്ലേ? കൊടുത്തു ഇനി അങ്ങോട്ട് പോവാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും എം.എൽ.എ സ്ഥാനത്ത് നിന്നും വാർത്താസമ്മേളനത്തിലാണോ പറയുന്നത്? ട്രൈപോഡ് എടുത്തിട്ട് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അല്പം മുമ്പാണ് എം.എൽ.എ സ്ഥാനം രാജിവെച്ചുള്ള കത്ത് സ്പീക്കറുടെ ചേംബറിലെത്തി പി.വി. അൻവർ എം.എൽ.എ സ്പീക്കർക്ക് കൈമാറിയത്. സ്പീക്കറെ കാണാൻ നിയമസഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജിയെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയതിനു ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടുതൽ കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ്. നിലവിൽ രാജിക്കത്ത് സ്പീക്കർക്ക് നൽകിയെന്ന കാര്യത്തിൽ പി.വി. അൻവർ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പി.വി. അൻവർ നിലമ്പൂർ എം.എൽ.എ സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അല്പസമയം മുൻപ് സ്പീക്കറുടെ ചേംബറിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഷീജ. തീർച്ചയായും അനന്യ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ പി.വി. അൻവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എം.എൽ.എ സ്ഥാനം താൻ രാജിവെച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പി.വി. അൻവർ പറയുന്നത്. അല്പസമയം, അതായത് 9:30 കൂടിയാണ് ഇവിടെ നിയമസഭയിലേക്ക് പി.വി. അൻവർ എത്തിയത്. അതിനുശേഷം എത്തിയത് തന്നെ എം.എൽ.എ ബോർഡ് മറച്ചു വെച്ചുകൊണ്ടുള്ള ബോർഡ് വാഹനത്തിലായിരുന്നു, കാറിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ 9:30 കൂടി പി.വി. അൻവർ എത്തുന്നു. തൊട്ടു പിന്നാലെ സ്പീക്കർ എത്തുന്നു. ഈ സ്പീക്കർ എത്തിയ ഉടൻ തന്നെ സ്പീക്കറെ കാണുന്നു. സ്പീക്കറെ കണ്ടതിന് ശേഷം ഇപ്പോൾ ഏതായാലും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അദ്ദേഹത്തിന്റെ FP പോസ്റ്റിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതല ഏറ്റെടുത്തുള്ള കാര്യം അറിയിച്ചിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ അയോഗ്യ, അതായത് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അയോഗ്യനാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിന് മുന്നോടിയായി ഇത്തരത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കാനുള്ളൊരു തീരുമാനം പി.വി. അൻവർ കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എം.എൽ.എ സ്ഥാനം, നിലമ്പൂർ എം.എൽ.എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഇവിടെ നിന്നും നിയമസഭയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് കാര്യം. 2 ദിവസങ്ങൾക്ക് മുൻപാണ് പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതും അതിനുശേഷം ഇത്തരത്തിലൊരു എം.എൽ.എ സ്ഥാനത്ത് തുടരുമ്പോൾ അത് അയോഗ്യതയ്ക്ക് കാരണമായേക്കുമെന്നുള്ള പശ്ചാത്തലത്തിലാണ് പി.വി. അൻവർ രാജിക്കത്ത് ഇപ്പോൾ സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നത്.